ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു ചെറുപയർ കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെറുപയർ കറിയാണ്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ 2 കപ്പ് പയർ ഒരു അരമണിക്കൂർ നേരം കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം. ഇതിലേക്ക് ഒരു അരമുറി സവാള ചേർത്ത് കൊടുക്കാം. ഒപ്പം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാൻ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇതെല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിലടിപ്പിച്ചെടുത്താൽ നമ്മുടെ പയർ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. ഇതിനായിട്ടൊരു 1/4 മുറി തേങ്ങ, അതിലേക്കൊരു വലിയ വെളുത്തുള്ളി, ഒരു 1/4 സ്പൂണോളം ചെറിയ ജീരകം, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുത്തുകൊണ്ട് വരാൻ. ഇനി നമ്മുടെ വെന്ത് വന്ന പയർ നമുക്ക് നന്നായിട്ടൊന്ന് തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ആ ജാറിലേക്ക് തന്നെ ഒഴിച്ച് അതൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി എത്രത്തോളം ലൂസായിട്ടിരിക്കണോ ആ പരുവത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കുറുകിയ കറിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ചാറ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒത്തിരി വെട്ടി തിളക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിന് മതി. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പുട്ടിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള കറിയാണ്. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 5-6 ചെറിയുള്ളി നീളത്തിലരിഞ്ഞതും, ഒരു 2 വറ്റൽമുളകും, ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഇത് ഏകദേശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. എന്നാലാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.